തങ്ങൾക്ക് പറയുന്ന സ്വലാത്തുകളും സലാമുകളും മറയില്ലാതെ തങ്ങളിലേക്ക് വെളിവാക്കപ്പെടും എന്ന് പരിശുദ്ധമായ ഹദീസിലുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയും പകലും ധാരാളമായി സ്വലാത്തും സലാമും പറയുകയും അത് തങ്ങളുമായി ബന്ധപ്പെടാൻ വലിയ നിമിത്തമാണ്. അവിടുന്ന് നമ്മോട് പറഞ്ഞത് ഇന്ന ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്നാണ്. അപ്പോൾ തങ്ങളുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്താൻ പറ്റണം. നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെടണം. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നാം എന്ത് വേണം? തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിക്കണം. അവിടുന്നുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ വഴിയാണല്ലോ സ്വലാത്ത് പറഞ്ഞല്ലോ. അതിനാൽ അക്സിറൂ മിന സ്വലാത്തി അലയ്യ, അവിടുന്ന് നമ്മോട് പറഞ്ഞത് നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറയണം എന്നാണ്. സ്വലാത്ത് പറയുന്ന ആളുകൾക്ക് ദോഷങ്ങൾ പൊറുക്കാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും അവരുടെ രോഗങ്ങൾ സുഖപ്പെടാനും അവരുടെ കടങ്ങൾ വീടിക്കിട്ടാനും ടെൻഷൻ നീങ്ങിക്കിട്ടാനും അതിനെല്ലാം പുറമെ തങ്ങളെ യഖദത്തിലും മനാമിലും ഉറക്കിലും ഉണർച്ചയിലും പലതവണ കാണാനും ഈമാനും ഇഖ്ലാസും തഖ്വയും വറഉം എല്ലാം വർദ്ധിക്കാനും തങ്ങളെ ഇടപെടൽ രണ്ട് ലോകത്തും നിലനിൽക്കാനും മരിക്കുന്ന സമയം തങ്ങളെ കണ്ട് തപസ്സുമിലായി കലിമ ചൊല്ലി പുഞ്ചിരി തൂകി മരിക്കാനും മരണം സംഭവിച്ചാൽ ഖബറിൽ തങ്ങളുടെ സ്വീകരണം ലഭ്യമാകാനും ഖബറിലെത്തിയാൽ മലായികത്ത് തങ്ങളെ കാണിച്ച് ഖബറാളിയോട് ചോദിക്കും മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ അറിയോ പരിചയമുണ്ടോ എന്ന്. അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളുകൾക്ക് തങ്ങളെ മുഹബ്ബീങ്ങൾക്ക് വലിയ സന്തോഷമാണ്. തങ്ങളെ കാണുമ്പോൾ മറുപടി കൊടുക്കും മലായികത്തിന് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നേതാവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയ വഹമ്മുൽ ആഖിറ, നിങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതി എന്ന് ഖാല റസൂലുള്ളാഹി. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന